ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയ നടപടിയിൽ സർക്കാരിന് ആശ്വാസം. കെ.ജെ. റീനയുടെ സ്ഥലമാറ്റം ഹൈക്കോടതി ശരിവച്ചു. സർക്കാർ സ്ഥലമാറ്റം സ്റ്റേ ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധി ഹൈക്കോടതി റദ്ദാക്കി. ട്രൈബ്യൂണൽ വിധിക്കെതിരായ സർക്കാർ അപ്പീലിലാണ് നടപടി. മുഹമ്മദ് സ്വാലിഹ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ, സർക്കാരിന് ആശ്വാസം. ആരോഗ്യമന്ത്രിയായി കെ മുരളീധരൻ അധികാരമേറ്റ ശേഷം എടുത്ത 2 സ്ഥലമാറ്റ ഉത്തരവുകളിൽ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. ഒന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ, മറ്റൊന്ന് DHSന്റെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തുനിന്ന് ആ വിധിയാണിപ്പോൾ ഹൈക്കോടതി അത് തെറ്റായി വിധിച്ചിരിക്കുന്നത്. സ്ഥലമാറ്റം സ്റ്റേ ചെയ്ത ട്രൈബ്യൂണൽ വിധി റദ്ദാക്കിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് ഹൈക്കോടതി നടപടിയുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും വിനിഷ, സർക്കാരിന് വലിയ ആശ്വാസമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. സർക്കാർ കോടതിയിൽ എത്തിയത് ഈ ട്രൈബ്യൂണൽ വിധി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യവുമായാണ്. ആ ആവശ്യം പൂർണ്ണമായി ഹൈക്കോടതി അംഗീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നലെ വിശദമായ വാദം കേട്ട ശേഷം ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റിയിരിക്കുകയായിരുന്നു. സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഈ റീനയെ, അതായത് ഈ ട്രൈബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ച, സ്ഥലം മാറ്റം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി ട്രൈബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ച ഡോക്ടർ റീനയുടെ സ്ഥലം മാറ്റം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് പൂർണ്ണ തോതിൽ കോടതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന്റെ വാദം ഇവരെ ഏതെങ്കിലും തരത്തിൽ തരം താഴ്ത്തുകയോ മറ്റോ ചെയ്തിട്ടില്ല. ഇവർക്ക് അനുയോജ്യമായ പദവിയിലേക്ക് തന്നെയാണ് സ്ഥലം മാറ്റിയത്. നേരത്തെ 2025 തന്നെ ഇവരുടെ നിയമനത്തിന്റെ കാലയളവ് കഴിഞ്ഞതാണ്. ഇതെല്ലാം പരിഗണിച്ചാണ് സ്ഥലം മാറ്റം നടത്തിയത് എന്നതടക്കം വാദിച്ചാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ജയിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, സർക്കാരിന് ഏറെ പ്രധാനപ്പെട്ട കേസായിരുന്നു. സർക്കാരിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ വലിയ ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ പോര് വരുന്നു എന്ന രൂപത്തിൽ 2 ഉദ്യോഗസ്ഥർ ഒരേ സമയം ഒരേ കസേരയ്ക്ക് വേണ്ടി അടികൂടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതിൽ സർക്കാർ പക്ഷം വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഈ കേസ് അടിയന്തരമായി പരിഗണിക്കാൻ ഇന്നലെ ഹൈക്കോടതി ലിസ്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ AG നേരിട്ട്, അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇക്കാര്യം മെൻഷൻ ചെയ്യുകയും തുടർന്ന് ഇന്നലെ തന്നെ കേസ് അടിയന്തരമായി വാദിക്കാൻ, അടിയന്തരമായി കേൾക്കാൻ ഹൈക്കോടതി തയ്യാറാകുകയുമായിരുന്നു. അങ്ങനെയാണ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് കേൾക്കുന്നത്. AG തന്നെ നേരിട്ടാണ് ഈ കേസിൽ ഹാജരായി സർക്കാരിന്റെ വാദം അവിടെ ഉന്നയിച്ചത്. സർക്കാരിനായി വാദിച്ചത് AG നേരിട്ടെത്തിയാണ്. എന്തായാലും സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കസേര തർക്കത്തിൽ സർക്കാരിന് ആശ്വാസമായ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിനിഷ, സ്വാലിഹ, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധി വന്ന ഉടനെ തന്നെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മേൽക്കോടതി ഉണ്ടല്ലോ, ഇതിന് മുകളിൽ കോടതികൾ ഉണ്ടല്ലോ, മുകളിൽ നോക്കാം, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, അങ്ങനെ ഒരു ദ്രോഹം ചെയ്തവരാരെയും ഈ കസേരയിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് കൃത്യമായി തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞതാണ്. അതിനു മുൻപും കെ.ജെ. റീനയ്ക്കെതിരെ നടത്തിയ പ്രതികരണങ്ങളെല്ലാം, ആ നടപടി എടുത്തതിന് ശേഷം നടത്തിയ പ്രതികരണങ്ങളെല്ലാം ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്കായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വിമർശനം നേരിട്ട സ്ഥിതിക്ക് നിലവിൽ ഇത് സർക്കാരിനെ സംബന്ധിച്ച്, ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ്. തീർച്ചയായും ആരോഗ്യവകുപ്പിനും സർക്കാരിനും UDFനും ആശ്വാസമായ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉയർന്ന കോടതികളിലേക്ക് പോകും എന്ന് വ്യക്തമാക്കിയിരുന്നു. ആ രാഷ്ട്രീയ സമീപനം കൂടി ശരിവെക്കുന്ന വിധമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അപ്പീലിൽ സർക്കാരിന് പൂർണ്ണ വിജയം ലഭിച്ചിരിക്കുന്നു. ട്രിബ്യൂണൽ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. റീനയുടെ സ്ഥലം മാറ്റം പൂർണ്ണ തോതിൽ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, മീനാക്ഷി എന്ന ഡോക്ടർ വി മീനാക്ഷിയെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായി നിയമിച്ച ഉത്തരവ് പൂർണ്ണ തോതിൽ അംഗീകരിക്കുക കൂടിയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ട്രിബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്ന വിമർശനം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ വിധി എന്നത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ ഏത് തുകയിൽ ഏത് ത്രാസിൽ നമ്മൾ തൂക്കിയാലും സർക്കാരിന് അനുകൂലമായ വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിനിഷ, അക്ഷയ കൃഷ്ണാനന്ദ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അക്ഷയ, വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു കെ.ജെ. റീനയ്ക്ക് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നേരിട്ടിരിക്കുന്നത്. നിലവിൽ ലീവിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കസേര കളി. ആ കസേര കളിക്ക് ഒരു അറുതിയാകുന്നു എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസം തന്നെയാണ് ഈ വിധിയിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് കൂടെ വേണം നമ്മൾ പറയാൻ. അതായത് സർക്കാർ അധികാരത്തിൽ വന്ന് UDF സർക്കാർ അധികാരത്തിൽ വന്ന് ആരോഗ്യവകുപ്പിൽ പ്രധാനമായിട്ടും രണ്ട് സ്ഥലംമാറ്റ ഉത്തരവുകളും അവർ ട്രൈബ്യൂണലിനെ സമീപിക്കുന്നു. അതിൽ ആദ്യത്തെ ഉത്തരവിന്, അതായത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവായിരുന്നു അത് ഇതുപോലെ തന്നെ ട്രൈബ്യൂണലിനെ സമീപിച്ച് അതിലൊരു സ്റ്റേ അവർ നേടിയെടുക്കുകയുണ്ടായി. അതിനുശേഷം DHSന്റെ ഈ ഒരു സ്ഥലംമാറ്റ ഉത്തരവിലും സർക്കാരിന് ഇതുപോലെ തന്നെ ഒരു തിരിച്ചടിയായിരുന്നു അവിടെ നേരിടേണ്ടി വന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ, അതായത് DHSന്റെ സ്ഥലം മാറ്റ വിധിയിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കരുതിയിരുന്നത് എന്തായാലും ഈ ഒരു വിധി അത് റീനയ്ക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. കാരണം റീനയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അത് കാലാവധി ശരിയാണെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ സീനിയോറിറ്റി, അതുപോലെ തന്നെ അവരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട അവരുടെ തസ്തികയിലുള്ള താഴ്ച തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയിലേക്കായിരിക്കും പോകുക എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത്. ചിലപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കോടതി ചിലപ്പോൾ അത് ട്രിബ്യൂണലിന് വീണ്ടും കൊടുത്ത്, അതായത് ഇത്തരത്തിലൊരു ഇടക്കാല ഉത്തരവിൽ പരിഗണിക്കണം, പ്രത്യേകിച്ച് എന്താണ് അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിലേക്ക് വീണ്ടും ട്രൈബ്യൂണലിലേക്ക് പോകുമെന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. കാരണം കഴിഞ്ഞ തവണ B അശോകിന്റെ കാര്യത്തിലെല്ലാം തന്നെ നമ്മൾ കണ്ടത് അത്തരത്തിലുള്ളൊരു ഉത്തരവായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഈ റീനയുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലം മാറ്റ ഉത്തരവ് ശരിവെക്കുകയാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. ട്രൈബ്യൂണൽ ഉത്തരവിനെ റദ്ദാക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ആ തൽസ്ഥാനത്ത് തുടരുന്ന മീനാക്ഷിക്ക്, അധിക ചുമതല വഹിക്കുന്ന ഡോക്ടർ മീനാക്ഷിക്ക് ആ സ്ഥാനത്ത് തുടരാം. സ്ഥലം മാറ്റ ഉത്തരവ് ഇപ്പോൾ എന്തായാലും, അതായത് ഇടക്കാല ട്രൈബ്യൂണലിന്റെ വിധി എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി എന്തായാലും മീനാക്ഷി ആ കസേരയിൽ തുടരും. ആ കസേരകളി ഇനി ദിവസമേന ഉണ്ടാകുന്ന കസേരകളി എന്തായാലും ഇനി ഉണ്ടാകില്ല എന്നുള്ളത് കൂടിയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് KJ റീന അവധിയിലാണ്, ഓഫ് ആണ്, കാഷ്വൽ ലീവാണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഒരു പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലും കാര്യങ്ങളും ഒക്കെ ആവാനും സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും റീനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കോടതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ആരുമില്ലാത്തവർക്ക് നീതിന്യായ വ്യവസ്ഥയുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ മാധ്യമങ്ങളോടെല്ലാം തന്നെ അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ വിധിയെ അവർ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് കൂടിയാണ് നമുക്ക് നോക്കിൽ കാണേണ്ടത്. എന്തായാലും സർക്കാരിന് വലിയ ആശ്വാസമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതായത് സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആരോഗ്യവകുപ്പിലുണ്ടായിട്ടുള്ള തുടർന്ന് 2 സ്ഥലം മാറ്റ ഉത്തരവുകൾ, അതിൽ 2 തന്നെ ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതി ആ ഉത്തരവ്, അതായത് സ്ഥലം മാറ്റ നിയമനം എന്ന് പറയുന്നത് ശരിയാണെന്ന് ഹൈക്കോടതി ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. വലിയ ആശ്വാസമാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. വിനീഷ. അക്ഷയ, സ്വാഭാവികമായും KJ റീന ഇനി മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഇത് കേവലം ഒരു സ്ഥലമാറ്റ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് മാത്രമല്ല, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രദ്ധേയമായത് ആരോഗ്യവകുപ്പ് UDF സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ആരോഗ്യവകുപ്പിലുണ്ടായ 2 പ്രധാന സ്ഥലമാറ്റ ഉത്തരവുകൾ അത് റദ്ദ് ചെയ്യപ്പെടുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്നും. അതിനുശേഷം സർക്കാരിന് തന്നെ ഒരാശ്വാസമാകുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ആരോഗ്യമന്ത്രി അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു കസേരയിൽ അങ്ങനെ ദ്രോഹിക്കുന്നവരെ ഒന്നും വെച്ചു പൊറുപ്പിക്കില്ല, മുകളിൽ കോടതി ഉണ്ടല്ലോ, അവിടെ കാണാമെന്നായിരുന്നു അന്ന് ആരോഗ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ വിധി വന്ന ശേഷം. അപ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയപരമായി ആശ്വസിക്കാവുന്ന കാര്യം കൂടിയാണ് ഇക്കാര്യം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയപരമായി എന്തുകൊണ്ടും UDFന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിധി തന്നെയാണ്. തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള ഈ നിയമനങ്ങളിലെല്ലാം തന്നെ റദ്ദാക്കുന്ന തരത്തിലുള്ള ട്രൈബ്യൂണൽ ഉത്തരവുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സീനിയോറിറ്റി മറികടന്നാണ് നിയമനം നടത്തിയത് എന്നുള്ള തരത്തിലൊക്കെ തന്നെ പലരും ട്രൈബ്യൂണലിനെ സമീപിക്കുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി നേടിയെടുക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ DHSന്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയത്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു, തുടരെ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു. ആദ്യം നിപ്പയിലുള്ള ആശയക്കുഴപ്പവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണെന്നുണ്ടെങ്കിൽ പിന്നീട് വന്നൊരു പ്രതികരണം എന്ന് പറയുന്നത് ഈ ദ്രോഹിക്കുന്ന നിലപാടാണെന്നുണ്ടെങ്കിൽ തിരിച്ചും ദ്രോഹിക്കാൻ തന്നെയാണ് തീരുമാനം, അത് അല്ലാത്ത പക്ഷം അവർക്ക് കൂടെ ആയിരിക്കും ആരോഗ്യവകുപ്പ് ഉണ്ടാകുക തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലും KJ റീനയുടെ സമീപനത്തെ തള്ളുന്ന രീതിയിലായിരുന്നു ആരോഗ്യവകുപ്പിന്റെ സമീപനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇത് സർക്കാരിന് വലിയ ആശ്വാസം തന്നെയാണ് ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതായത് റീന വാദിച്ചിട്ടുള്ള തന്റെ സീനിയോറിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ താഴ്ന്ന തസ്തികയിലേക്കാണോ മാറ്റിയതെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തനിക്കിനിയും കാലാവധിയുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ട് അതല്ല ശരി എന്നുള്ള തരത്തിലേക്കാണ് ഹൈക്കോടതി ഇപ്പോൾ
ഉത്തരവ് വന്നിട്ടുള്ളത്. എന്തായാലും അത് സർക്കാരിന് രാഷ്ട്രീയപരമായിട്ട് തന്നെ വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കെ ജെ റീനെ എന്ന് പറയുന്ന ആ ഒരു DHSനെ, ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ആ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വലിയ ആരോപണങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ചും ഈ പകർച്ചവ്യാധി വലിയ രീതിയിൽ പടരുന്ന സമയത്തുള്ള ഇത്തരത്തിലൊരു നയം അത് ശരിയല്ല എന്നുള്ള രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ഈ സർക്കാർ നേരിട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ വലിയ വിജയം തന്നെയാണ് സർക്കാരിനുണ്ടായിട്ടുള്ളത്, വലിയ ആശ്വാസം തന്നെയാണ് സർക്കാരിനുണ്ടായിട്ടുള്ളത്.